നമ്മൾ ഇത്ര നേരം ചൂണ്ടയിട്ട് ഒരു സാധനം പോലും കിട്ടിയില്ല. നമ്മൾ നാളെ ഗ്രില്ല് ചെയ്യാന്നുള്ള പദ്ധതിയൊക്കെ പാളൊന്നും തോന്നുന്നു. അപ്പത് നമ്മള് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്നൊരു നൈറ്റ് റൈഡിന് പോവാണ്. അപ്പോൾ നൈറ്റ് റൈഡ് മാത്രമല്ല, നമ്മൾ നൈറ്റ് ഫിഷിങ്ങും ഉണ്ട്. ഫിഷിങ്ങിൽ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ ഇന്നത് കുക്കും ചെയ്യും. ഇന്ന് കുക്ക് ചെയ്യും, അല്ലാണ്ട് പിന്നെ നാളെ കുക്ക് ചെയ്യണം. എന്തായാലും നമ്മൾ ഇന്ന് എപ്പോഴാണെങ്കിലും കുക്കും ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഇടക്കൊച്ചിയിലല്ലേ, ഇടക്കൊച്ചിയിലാണ്. നമ്മുടെ വീട് ഇവിടെ പള്ളുരുത്തിയിലാണ്. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി അവിടെ ചെന്നിട്ട് കാണാം, പോണ വീഡിയോ കാണാം. ബൈ. നമ്മളിത് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ബൈക്കിനാണ് യാത്ര ചെയ്യണത്. നമ്മൾ ഫാമിലി ആയിട്ടാണ്. കാറിന് കുറച്ച് പേര് ഫ്രണ്ടേ പോയിട്ടുണ്ട്. എല്ലാവർക്കും കൂടി കാറൊക്കെ കയറാൻ പറ്റാത്തതുകൊണ്ട് ബൈക്കിനാണ് പോകുന്നത്. ക്യാമറ കുറച്ച് ഷെയ്ക്കാണുണ്ട്. അപ്പോൾ വീഡിയോ കുറച്ച് ഈ പോണ വീഡിയോ അത്ര നന്നാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ലൈറ്റിങ്ങിൻ്റെയും പ്രശ്നമുണ്ട്, നൈറ്റാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇടക്കൊച്ചിയാണ്, കണ്ണങ്ങാട്ട് പാലം. അപ്പോൾ ഇവിടെ ഇരുന്നാണ് നമ്മൾ ഇന്ന് ചൂണ്ടയിടാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് മാസ്കൊക്കെ ഉണ്ട് എല്ലാവരും സേഫ്റ്റിക്ക്. ഇനി പോലീസും എല്ലാം വന്ന് വിഷയമാക്കുമോ, നമുക്ക് മുഴുവൻ ചൂണ്ടയിടാൻ പറ്റുമോ എങ്ങനെയാണെന്ന് അറിയാൻ വേണം. ഏതായാലും നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ചൂണ്ടയിടുന്ന ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇടക്കൊച്ചിയിലെ കണ്ണങ്ങാട്ട് പാലം. ഇതിപ്പോൾ നമ്മൾ തന്നെയല്ല, ഇത് ഞങ്ങളുടെ അളിയൻ, എൻ്റെ അനിയത്തി അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടിയാണ് ഇന്ന് വന്നേക്കണേ. ഇത് തോപ്പുംപടി വാക്കുവയാണ്. രാത്രിയിൽ കാണാൻ കിടിലാണ് കേട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ഇടാൻ തുടങ്ങുകയാണ്. ഇതാണ് നമ്മൾ ഇടാൻ പോണ ചൂണ്ട. 3 ചൂണ്ടയുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു മീനെ പിടിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. ഏതായാലും അപ്പോൾ നമുക്ക് പറയണത് ഇന്ന് പുല്ലനെ അല്ലെങ്കിൽ കടൽ കറുപ്പിനൊക്കെ പിടിക്കുന്നതാണ്. പല്ലന അങ്ങനെ അതെന്ത് മീനാ? അല്ല പല്ലൻ എന്ന് പറഞ്ഞ മീനാണ്. മറ്റേ അപ്പോൾ നമ്മൾ ചൂണ്ടയിടാന്ന് പറയുന്നത് ചാളയാണ് എടുത്തേക്കണത്. ചാളയുടെ തലയിട്ടാണ് നമ്മൾ ഏതായാലും ഇന്ന് നോക്കണം. നമുക്ക് ആദ്യം ഒന്ന് കണ്ടിച്ച് തല മാത്രമാക്കിയിട്ട് എടുക്കാം. മാസ്ക് പകുതി ഊരി വെച്ചിട്ടുണ്ട്. ഇവിടെ അധികം ആളൊന്നുമില്ല കേട്ടോ, പുറമെ ഞങ്ങൾ 4 പേരോ 5 പേരോ ഉള്ളു. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. എന്ത് കണ്ടിക്കാം. നമുക്ക് കിട്ടൂടാ. ഓക്കെ, കോർത്തിട്ടുണ്ട്. ഇടുവാണ്. രാഹുലിൻ്റെ രാശി ചൂണ്ടയെന്ന് പറഞ്ഞു. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഒരു ഇത് ചെയ്തിട്ടോ. എടാ കുടുങ്ങിയടാ ജോലി. എവിടെ കുടുങ്ങിയടാ? കലയല്ല പിന്നെ ബാഗിൽ കാണുന്ന നമ്മുടെ തോപ്പുംപടി വാക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നൈറ്റ് കാണാൻ എന്ത് അടിപൊളിയാന്ന് നോക്കി. ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഇവിടെ നൈറ്റ് നിൽക്കാനായിട്ട്. ഇതുകൊണ്ട് ചുറ്റും കാണിച്ചത് അടിപൊളിയാണ്. നമുക്ക് മീൻ എന്തെങ്കിലും കിട്ടുമോയെന്നറിയില്ല. ഏതായാലും നോക്കാം. ഇപ്പോൾ പോലീസൊക്കെ ഇതിൽ വന്ന് പോയിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഹായ്. അപ്പോഴേ സമയം 11:24. നമ്മൾ ഇത്ര നേരം ചൂണ്ടയിട്ട് ഒരു സാധനം പോലും കിട്ടിയില്ല. നമ്മൾ നാളെ ഗ്രില്ല് ചെയ്യാന്നുള്ള പദ്ധതിയൊക്കെ പാളൊന്നും തോന്നുന്നു. ഏതായാലും ഞങ്ങളൊന്ന് ഫോർട്ട് കൊച്ചി വരെയും പോകുന്നുണ്ട്. ഇനി അവിടെ പോയിട്ട് വല്ലതും നടക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇത് കണ്ണങ്ങാട്ട് പാലം നമ്മൾ ഇറങ്ങിയത്. ഇത് കണ്ടു, ഇതാണ് മറൈൻ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ. നമ്മുടെ തോപ്പുംപടിയിലെ വാക്ക് വേ ആണ് ഈ കാണുന്നത്. നൈറ്റ് നല്ല മൂടാണ് കേട്ടോ, അടിപൊളിയായിട്ട്
നൈറ്റൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇപ്പോഴും ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ നടക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് കുട്ടികളും എല്ലാവരും വന്നിട്ടുണ്ട്. നോയ്സിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ തോപ്പുംപടി പാലത്തേലാണ്. തോപ്പുംപടി പാലത്തേൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മീനടിക്കാമെന്നൊക്കെ ഓർത്താണ് ഇരുന്നത്. ഇനിയിപ്പോൾ നമ്മളേതായാലും ഫോർട്ട് കൊച്ചിട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് ഈ സമയത്ത് ചൂണ്ടയിടാൻ പറ്റുമോയെന്ന് അറിയാൻ പറ്റിയില്ല. കാരണം പോലീസ് വല്ല വിഷയം ഉണ്ടാവും, എന്താ സംഭവം എന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും നമ്മൾ അവിടെ ചെന്നിട്ട് നോക്കാം. ഇടാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇടും, ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥലമൊക്കെ കണ്ട് തിരിച്ചു പോകും. വേറൊരു ദിവസം വീണ്ടും വന്ന് ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരും. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യനില്ല, ആരെങ്കിലും കൊണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് അധികം ആൾക്കാരൊന്നുമില്ലത്. കുറേ പട്ടികളും രാത്രിയായിട്ടും കാക്ക കരയാനുണ്ട്. ഏതായാലും ഇവിടെ വന്നിട്ട് ഇനിയിപ്പോൾ ചൂണ്ടയിടാൻ പറ്റുമോയെന്നറിയില്ല. ഏതായാലും പോയി നോക്കാം. ഇനി ഏതായാലും നമുക്ക് നേരെ ചൂണ്ടയിടുന്ന സ്പോട്ടിട്ട് പോവാം. സ്ഥലം നോക്കിയിട്ടൊക്കെ വരാം. ഇരുട്ട് നമ്മുടെ ഗ്രില്ല് മിക്കവാറും വെറുതെ ആവുന്നതുകൊണ്ട് മീൻ മേടിച്ച് ഗ്രില്ല് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഏതായാലും ഇതാണ് നമ്മൾ ചൂണ്ട ഇടാൻ ഉദ്ദേശിക്കുന്ന സ്പോട്ട്. ഇതേ കാണാമോ, അവിടെയാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഏതായാലും നമുക്ക് അവിടെ ചെന്നിട്ട് വരാം. അപ്പതേ നമ്മള് ഇത് എനിക്ക് തോന്നി എന്തോ അടിപൊളി മീനാണ് വിളിച്ചിട്ട് കിട്ടും. അതെ നമുക്കപ്പോൾ കിട്ടി. നമ്മളിന്ന് നൈറ്റ് 12 മണിക്ക് നമ്മൾ ഫോർട്ട് കൊച്ചി വന്നത് വെറുതെ ആയില്ല. അതേ ഒരു കിടിലൻ ചെമ്പല്ലി നോക്ക്, സൈസ് നോക്ക്. അത് എനിക്ക് തന്നെ കിട്ടി. ആദ്യമായിട്ട് ഇത്ര വലിയ മീൻ കിട്ടണേ. ഓ അപ്പോൾ നമ്മൾ നാളെ ഗ്രില്ല് ചെയ്യും. ഇന്ന് നമ്മൾ നടക്കുമെന്ന് ഓർത്തില്ല. പക്ഷേ ഇന്ന് നമ്മൾ വെറുതെ നാളെ വല്ല കടയിൽ നിന്ന് മേടിക്കേണ്ടി വരുമെന്ന് ഓർത്തത്. പക്ഷേ കിഡു ഒരു ചെമ്പല്ലിയാണ് നമുക്ക് കിട്ടി. അപ്പോൾ നാളെ നമ്മൾ എന്തായാലും പൊളിച്ച് ഗ്രില്ലടിക്കും അല്ലേ അളിയാ? ഏകദേശം ഒരു 1.5 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഇപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ മീൻ പിടിക്കുന്ന വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. കാരണം ഇരുട്ടുമായിരുന്നു, കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടിയില്ല. പക്ഷെ എന്നാലും അപ്പോൾ ഏതായാലും നാളെ കാണാം. നമുക്ക് നാളെ ഗ്രില്ല് ചെയ്യുമ്പോൾ കാണാം, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു മീനും കൂടി അടിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് ഏതായാലും ഫോർട്ട് കൊച്ചി വന്ന് വെറുതെ ആയിട്ടില്ല. രണ്ടാമത്തെ കൂടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് അടുത്ത കൂലിയും കൂടി അടിച്ചിട്ടുണ്ട്. നാളത്തെ ഗ്രില്ലിനുള്ള അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അളിയനൊക്കെ ഉണ്ട് പുറയിൽ. നമുക്കിന്ന് 2 മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 1:30-2 മണി ആറായി. ഇപ്പോൾ ഇത്രയും രാത്രി ആയില്ലേ. ഇനി അതേ നേരം ഇവിടെ നിൽക്കണത് ഫാമിലിയൊക്കെ ആയിട്ട് അത്ര സേഫ് അല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് മീൻ വൃത്തിയായിട്ട് കാണിച്ചും തരാം. അതിന് നാളെ നമ്മൾ ഗ്രില്ലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം.
അപ്പോൾ നമ്മളതിൻ്റെ ചെകിളയുടെ ഉള്ളിലൊക്കെ ശരിക്കും മസാല തേക്കണം, അല്ലെങ്കിൽ മസാല ഇല്ലാത്ത ഒരു ഭാവം ഉണ്ടാവില്ല. നന്നായിട്ട് അകത്തൊക്കെ മുഴുവൻ തേച്ച് നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു 1 മണിക്കൂർ വെച്ചിട്ട് ബാക്കി ഗ്രില്ല് സെറ്റാക്കാം. ആദ്യം പോയി ഇപ്പോൾ ഗ്രില്ല് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അരി ഇട്ടുന്ന് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തിയും തീ കനലാകുമ്പോഴത്തേക്കും എടുത്ത് വെക്കാം. ഇപ്പം നല്ല കനലായിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻകുട്ടനെ. ഇനി അത് ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ വേവുമായിരിക്കും മിക്കവാറും. 1/2 മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. മീനല്ലേ, പെട്ടെന്ന് വേവും. ഇതിന് നമ്മൾ അടുത്ത വശം തിരിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയൊക്കെ ഓയിലൊക്കെ തടവി കൊടുക്കണം, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ഡ്രൈ ആയി പോയിട്ട് കമ്പിയിലൊക്കെ പറ്റും. അപ്പോൾ അത് പറ്റാണ്ടിരിക്കാനായിട്ട് കുറച്ച് ഓയിലൊക്കെ തടവി കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മീൻ ഏകദേശം സെറ്റായി. നമ്മളിനി ഒരു പാത്രത്തിൽ ഒരു ഇലയിട്ട് മാറ്റിയിട്ട് നമ്മുടെ മീൻ ഗ്രില്ലായിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു. ചെമ്പലിയുടെ കണ്ണൊക്കെ പോണ പോലെ പുറത്തേക്ക് ചെമ്പലിൻ്റെ കണ്ണ് തള്ളിപ്പോയി. നമുക്കിനി വലിയ കാര്യമായിട്ട് കേടുപാടൊന്നും സംഭവിക്കാൻ എടുത്തിട്ടുണ്ട്. നമ്മളിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മീൻ കഴിക്കല് കിട്ടുള്ള സാധനം മച്ചാനെ. നമ്മുടെ മസാല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസി, നല്ല സ്പൈസി, നല്ല കിട്ടുന്നതായിട്ടുണ്ട്. നല്ല ഉണ്ണിച്ചേട്ടൻ പറയുന്ന പോലെ ഒരു രക്ഷയില്ല, കിട്ടുമായിട്ടോട്ടാ. എന്റെ പൊന്ന് സാറേ, ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പൽ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ എല്ലാവരും നമ്മുടെ മീൻ കഴിക്കുവാണ്. വീണ്ടും